പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിലെ 6ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആനന്ദൈകതരംഗിണീ മമലഹൃന്നാളീകഹംസീമണീം പീനോത്തുംഗഘനസ്തനാം ഖനലസത്പാടീരപങ്കോജ്വലാം ക്ഷൗമാവീതനിതംബബിംബരസനാസ്യൂതകൊണത്കിങ്കിണീം യേണാംഗാംബുജഭാസുരാസ്യനയനാം ശ്രീഭദ്രകാളീം ഭജേ. ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ആനന്ദിക തരംഗിണിയും ബ്രഹ്മാനന്ദ സൗന്ദര്യമായി വിരാജിക്കുന്നവൾ. ആനന്ദ ഏക തരംഗിണി. ഏകവും അഖണ്ഡവുമായ ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദമാണ്. തരംഗിണി സമുദ്രമാണ്. അതുകൊണ്ട് ആനന്ദിക തരംഗിണീം എന്ന പദത്തിന് ബ്രഹ്മാനന്ദ സൗന്ദര്യമായി വിരാജിക്കുന്നവൾ എന്ന അർത്ഥം പറയാവുന്നതാണ്. അമല ഹൃന്നാളിക ഹംസീമണീം, മാലിന്യം തീണ്ടിയിട്ടില്ലാത്ത മനസ്സാകുന്ന താമരയിൽ വിലാസം ചെയ്യുന്ന അരയന്നപ്പിട. പീനോത്തുംഗ ഘനസ്തനാം, ചുരത്തിയ തടിച്ച മുലയോടുകൂടിയവൾ. ഖനലസത് പാടീര പങ്കോജ്വലാം, ചന്ദനാദി കുറിക്കൂട്ടുകൾ അണിഞ്ഞ് ലസിക്കുന്നവൾ. ക്ഷൗമാവീത നിതംബബിംബരസനാസ്യൂത കൊണത്കിങ്കിണീം. ക്ഷൗമം പട്ടാണ്. ആവീതമെന്ന് പറഞ്ഞാൽ ധരിച്ച എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ക്ഷൗമത്താൽ ആവീതമെന്ന് പറഞ്ഞാൽ പട്ടു ധരിച്ച, അല്ലെ പട്ടുടുത്ത, പട്ടുചേല ഉടുത്ത. നിതംബത്തിൽ സ്വർണ്ണനൂലുകളാൽ നെയ്തെടുത്ത കിലുങ്ങുന്ന അരപ്പട്ട ധരിച്ചവൾ. നിതംബത്തിൽ ധരിച്ചു എന്നുള്ളതിനെ അരക്കെട്ടിൽ അരപ്പട്ട ധരിച്ചു എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഏണാങ്ക എന്ന് പറഞ്ഞാൽ ചന്ദ്രകലാധരി എന്നാണ്. ശിവാംബിക എന്നർത്ഥം പറയാം. അംബുജ ഭാസുരാസ്യ നയനാം, താമരയുടെ കാന്തിയോടുകൂടിയ മുഖശോഭയോടുകൂടിയവൾ. ശ്രീഭദ്രകാളിയും ഭജേ, അങ്ങനെയുള്ള ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ആനന്ദൈകതരംഗിണിയും, അമലമായ ഹൃന്നാളീകത്തിൽ അരയന്നപ്പിടയായി വിരാജിക്കുന്നവളും, ചുരത്തിയ തടിച്ച മുലകളോടുകൂടിയവളും, ചന്ദനം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ കുറിക്കൂട്ടുകൾ അണിഞ്ഞവളും, പട്ടുചേലയുടുത്ത് അരക്കെട്ടിൽ കിലുങ്ങുന്ന സ്വർണ്ണക്കിങ്ങിണിയോട് കൂടിയ അരപ്പട്ട ധരിച്ചവളും, ഏണാങ്കയും അംബുജഭാസുരാസ്യ നയനയുമായ ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു. ശ്രീഭദ്രകാളിയുടെ ശിവാംബികാഭാവത്തെയാണ് ഗുരു ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏണാങ്കാംബുജ ഭാസുരാസ്യ നയന സാക്ഷാൽ അർദ്ധനാരീശ്വരിയാണ്. ഏണാങ്ക എന്ന പദത്തിൻ്റെ വാഗർത്ഥം ചന്ദ്രകലാധരി എന്നാണ്. ചന്ദ്രകലാധരനായ ശിവൻ്റെ പാതിമൈ പങ്കിട്ടെടുത്ത കാളിയും ഏണാങ്ക അഥവാ ചന്ദ്രകലാധരി തന്നെയാണ്. ശിവാംബികയുടെ ഭാവം പകർന്നാടുന്ന ശ്രീ ഭദ്രകാളിയാണ് ഏണാങ്ക. അംബുജ ഭാസുരാസ്യ നയന എന്ന സമസ്ത പദത്തിൻ്റെ അർത്ഥം താമര പോലെ വികസിതമായ വിടർന്ന കണ്ണുകളാൽ ശോഭിക്കുന്ന മുഖത്തോടുകൂടിയവളെന്നാണ്. യോഗീശ്വരനായ ശിവൻ്റെ കണ്ണുകൾ പാതി അടഞ്ഞ നിലയിലുള്ളതാണ്. എന്നാൽ അർദ്ധനാരീശ്വര ഭാവത്തിൽ വിരാജിക്കുമ്പോൾ
ശിവനേത്രങ്ങൾ വിടർന്നു ലസിക്കുന്നവയാണ്. ആ നിലയിലുള്ള മുഖപ്രസാദം വാഴ്വിൻ്റെ പ്രസാദാത്മകതയെയാണ് ദ്യോതിപ്പിക്കുന്നത്. ശിവാംബയായ ശ്രീഭദ്രകാളി ആനന്ദൈക തരംഗിണിയും അമല ഹൃന്നാളീകത്തിൽ അരയന്നപ്പിടയായി വിരാജിക്കുന്നവളുമാണ്. ഏകവും അഖണ്ഡവുമായ പരമാനന്ദം തിരയിളക്കം സൃഷ്ടിക്കുന്ന സമുദ്രമാണ് ആനന്ദൈക തരംഗിണി. ബ്രഹ്മാനന്ദാനുഭൂതിയുടെ നിസ്തരംഗ സ്വരൂപമാണ് യോഗീശ്വരനായ ശിവൻ്റെ ഭാവസ്വരൂപം. എന്നാൽ അർദ്ധനാരീശ്വരീ ഭാവത്തിൽ ദേവി വിരാജിക്കുമ്പോൾ ആ നിസ്തരംഗ സ്വരൂപത്തിന് ആനന്ദൈക തരംഗിണീ ഭാവം കൈവന്നു ചേരുന്നു. ലോകമംഗളദായിനിയായി ശ്രീ ഭദ്രകാളി വിളയാടുന്ന ഭാവചിത്രമാണത്. ആ ഭാവചിത്രം യോഗാത്മക ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ശിവയോഗിയുടെ ഹൃദയ താമരയിലാണ് തെളിഞ്ഞു പ്രകാശിക്കുന്നത്. അമല ഹൃന്നാളീകത്തിൽ പ്രതിഷ്ഠിതയായ അരയന്നപ്പിട എന്നാണ് ആ ഭാവചിത്രത്തെ ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാലും വെള്ളവും കൂട്ടി യോജിപ്പിച്ചെടുത്ത മിശ്രിതത്തിൽ നിന്നും പാല് വേർതിരിച്ചു കുടിക്കാനുള്ള സിദ്ധി അരയന്നപ്പിടയ്ക്കുണ്ടത്രേ. സത്യാസത്യ വിവേചന പ്രതീകമാകുന്നു അരയന്നപ്പിട എന്നു സാരം. രൗദ്രഭാവത്തിൽ പുരാണേതിഹാസങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഭദ്രകാളി ശിവാംബികയായി ഭാവം പകർന്നാടുമ്പോൾ ആ ഭാവാന്തര സ്വത്വവിശേഷത്തിനുണ്ടാകുന്ന മാറ്റത്തെ ഗുരുവിടെ ഭംഗന്തരേണ വരച്ചു കാണിച്ചിരിക്കുന്നു. ഭദ്രകാളിയുടെ ചുരത്തിയതും തടിച്ചതുമായ മുലകൾ സർവപ്രാണികൾക്കും പോഷണാർത്ഥമുള്ള ദുഗ്ധാമൃത ശേഖരത്തിൻ്റെ പ്രതീകമാണ്. ചന്ദനാദി സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ മുലക്കണ്ണുകളെ ശുചിത്വബോധന പ്രതീകമായും വ്യാഖ്യാനിക്കാവുന്നതാണ്. കുഞ്ഞിനെ മുലയൂട്ടുന്ന അമ്മ മുലക്കണ്ണുകളെ ശുദ്ധിയോടുകൂടി സംരക്ഷിക്കുന്നതിന് പിന്നിലുള്ള രഹസ്യത്തെ പരോക്ഷമായി വിളംബരം ചെയ്യുന്ന ബിംബകൽപ്പനയാണിവിടെ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പട്ടുചേലയുടുത്ത് അരയിൽ കിലുങ്ങുന്ന സ്വർണ്ണച്ചിലങ്ക തുന്നിച്ചേർത്ത അരപ്പട്ട ധരിച്ച ദേവി നടനം ചെയ്യുമ്പോൾ സ്വരിതമാകുന്ന നാദധ്വനി പ്രപഞ്ച താളധ്വനിയെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ആനന്ദൈക തരംഗിണിയായ ദേവിയുടെ നടനതാളം ബ്രഹ്മനാദാനുഭൂതി ഉണർത്തുന്ന നാദാമൃതധാരയാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ശിവാംബികയുടെ പ്രസാദാത്മകമായ ഭാവചിത്രമാണ് അതിമനോഹരമായി ഗുരു ഈ ശ്ലോകത്തിൽ വരഞ്ഞിട്ടിരിക്കുന്നത്. ശ്ലോകം ഒരാവർത്തി കൂടി ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഉപസംഹരിക്കാവുന്നതാണ്. ആനന്ദൈകതരംഗിണീം അമലഹൃന്നാളീകഹംസീമണീം പീനോത്തുംഗഘനസ്ഥനാം ഖനലസത്പാടീരപങ്കോജ്വലാം ക്ഷൗമാവീതനിതംബ ബിംബരസനാസ്യൂതകൊണക്കിങ്കിണീം ഏണാംഗാംബുജ ഭാസുരാസ്യനയനാം ശ്രീഭദ്രകാളീം ഭജേ. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.